കൊലപാതകം നടന്ന പച്ചടിയിലെ വീട്ടിൽ വീണ്ടും പോലീസിന്റെ പരിശോധന. അമ്മയെയും സഹോദരനെയും കൊന്ന സജി അച്ഛനെയും കൊന്നിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് സജിയെ കോടതിയിൽ ഹാജരാക്കാനും അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകം നടന്ന പച്ചടിയിലെ വീട്ടിൽ പോലീസ് ഇന്നും എത്തി പരിശോധന നടത്തി. പ്രതി സജി തന്റെ പിതാവ് മാത്യുവിനെയും അപായപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന സംശയത്തിന്റെ പുറത്തായിരുന്നു പരിശോധന. അച്ഛൻ മാത്യുവിനെയും സജി കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചുമൂടിയെന്ന സംശയത്തിലാണ് പോലീസ്. പുരയിടത്തിൽ JCB ഉപയോഗിച്ച മണ്ണ് നീക്കിയായിരുന്നു പരിശോധന. വെള്ളിയാഴ്ച നടത്തിയ തെരച്ചിലിൽ അസ്ഥിയുടെ ഭാഗവും വസ്ത്രാവശിഷ്ടവും കണ്ടെത്തിയ സ്ഥലത്തിനോട് ചേർന്ന് കുഴിയെടുത്തായിരുന്നു പരിശോധന. കടാവർ നായയും പോലീസ് സംഘത്തിനൊപ്പം തെരച്ചിലിനുണ്ടായിരുന്നു. അമ്മ മേരിക്കുട്ടിയെയും സഹോദരൻ റജിയെയും കൊന്നു കുഴിച്ചിട്ട സംഭവത്തിൽ സജി അറസ്റ്റിലായതോടെയാണ് 8 വർഷം മുൻപ് കാണാതായ മാത്യുവിന്റെ തിരോധാനത്തിലും പോലീസിന് സംശയങ്ങളുണ്ടായത്. മാത്യു തിരോധാന കേസിൽ സജിയെ ഇതിനകം പോലീസ് വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളിലും സജി നൽകിയിട്ടുള്ള മൊഴികളിലെ പൊരുത്തക്കേട് അന്വേഷണ സംഘത്തിന്റെ സംശയങ്ങൾ ബലപ്പെടുത്തുന്നു. വീടിനോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്ക് പൊളിച്ചും പോലീസ് പരിശോധന നടത്തി. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ സജി മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 2018 മാത്യുവിനെ കാണാതാകുന്നത്. വീട്ടിൽ നിന്ന് മാത്യു ധൃതിയിൽ ഇറങ്ങിപ്പോകുന്നത് കണ്ടതായി ഒരു പ്രദേശവാസി പറയുന്നു. വണ്ടിയും കടന്നു പോവുകയും പുള്ളി ഇവിടുന്ന് ഇറങ്ങി വന്നിട്ട് എത്ര മണിക്കായിരുന്നു? അത് 7:30 വണ്ടിക്കായിരുന്നു തോന്നുന്നു. രാവിലെ ഞാൻ രാവിലെയാണല്ലോ പണിക്ക് പോകുന്നത്. എന്നാലും പണിക്ക് പോയപ്പം പുള്ളി ഷർട്ടിൻ്റെ ഒരു കൈ വിട്ട് ഓടി വന്ന് വണ്ടിയെ കയറുന്ന കണ്ടു. അതെ പിന്നെ കണ്ടിട്ടില്ല. ഷർട്ട് പൂർണ്ണമായിട്ട് ധൃതി പിടിച്ച് ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്ന വഴിയല്ലേ, ഇട്ടുകൊണ്ട് ഓടി ഇറങ്ങി വന്ന് വണ്ടിയെ കയറി പോകുമായിരുന്നു. കണ്ടെത്തിയ അസ്ഥിഭാഗം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സജിയെ വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട്. അമ്മയും സഹോദരനെയും സജി കൊലപ്പെടുത്തിയതിനു പിന്നാലെയാണ് പിതാവ് മാത്യുവിന്റെ തിരോധാനവും പോലീസ് അന്വേഷിക്കുന്നത്. ഇന്നലെ പുരയിടത്തിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് എല്ലിൻ കഷ്ണം എന്ന് സംശയിക്കുന്ന ഒരു ഭാഗവും വസ്ത്രാവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇടുക്കിയിൽ നിന്ന് ക്യാമറമാൻ സനൽ ലംബച്ചിക്കൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.